നിങ്ങൾക്കറിയാം ഇന്നലെ ഉണ്ടായ ഒരു സംഭവം. കൊല്ലത്ത് 24-ൻ്റെ റിപ്പോർട്ടർ അരുൺ രാജിനെ ആക്രമിച്ച ഒരു പ്രതിയുണ്ട്, ജോണി. ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് FIR ഇട്ടു. കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ 24-ൻ്റെ ബ്യൂറോ ഓഫീസിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഒരുപാട് ക്രിമിനൽ കേസുകൾ പ്രതിയായ ജോണിയാണ് നമ്മുടെ അരുൺ രാജിനെ ആക്രമിക്കാൻ ശ്രമം നടത്തിയത്. എന്തായാലും ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ പ്രതി ജോണി എന്നാണ് അറിയുന്നത്. ക്രിമിനൽ പശ്ചാത്തലം നന്നായുള്ള വ്യക്തിയാണ്. സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനമൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഇവിടെ നിന്ന് നമ്മുടെ ബ്യൂറോയുടെ തൊട്ട് മുന്നിൽ നിന്ന് ലൈവ് ചെയ്യാൻ പാടില്ല, വേറെ എവിടെയെങ്കിലും പോയി ലൈവ് ചെയ്യടാ എന്ന് പറഞ്ഞ് തെറിവിളിച്ച് ആക്രമിക്കുകയായിരുന്നു. അതുപോലെ ബിയർ കുപ്പി വെച്ച് അരുൺ രാജിനെ മർദ്ദിക്കാനും ശ്രമിച്ചു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. സലീം മാലിക്, ഈ പ്രതി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണോ? എസ്കേൻ, ഈ ജോണി, പുള്ളിക്കട കോളനി സ്വദേശിയായ ജോണി കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ഒരു വലിയ അപകടത്തിൽ നിന്നാണ് അരുൺ രാജു ഒരർത്ഥത്തിൽ രക്ഷപ്പെട്ടത് എന്ന് പറയാം. കാരണം ഈ ലൈവ് നൽകുന്നതിനിടയിൽ ആദ്യം കത്തി കൊണ്ട് അരുണിനെ കുത്താൻ വരികയായിരുന്നു ഈ പ്രതി ചെയ്തത്. അതിനുശേഷം പിന്നീട് ബിയർ കുപ്പി കൊണ്ട് തലക്കടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം 24-ൻ്റെ ക്യാമറാമാൻ രാജ്കിരൺ തന്നെ ഈ ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തിയത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തെളിവായി കൂടി മാറിയിട്ടുണ്ട്. മാത്രമല്ല 2010 മുതൽ ഈ പ്രതിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇയാൾ നിരന്തരമായ ഇത്തരം ക്രിമിനൽ കേസുകൾ, മോഷണം ഉൾപ്പെടെയുള്ള കേസുകളും ഇതുപോലെയുള്ള അടിപിടി കേസുകളും ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന കേസ് 2010-ൽ മോഷണ കേസാണ്. പിന്നീട് നിരന്തരമായി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് തന്നെ, കൊല്ലം ഈസ്റ്റ് പോലീസ് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ച് വരികയാണ്. അതിനുശേഷം ഈ നിലവിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ പ്രതിക്കെതിരെ വിവിധ വകുപ്പുകൾ കൊല്ലം ഈസ്റ്റ് പോലീസ് ചുമത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ IPC 294B, 341, 477, 506 ഈ വകുപ്പുകളാണ് നിലവിൽ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് വലിയ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നതുൾപ്പെടെയുള്ള വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ ഇന്നലെയിൽ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം ഉറപ്പാക്കണം, അതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നടപടിയും ഇടപെടലും ഒക്കെയും പ്രശംസനീയമാണ്. കാരണം ഈ സംഭവം നടന്ന് ഇന്നലെ ഒരു 3:40 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ലൈവിനിടെ ഈ സംഭവം നടക്കുന്ന അതൊരു പ്രശ്നത്തിലേക്ക് മാറുന്നു എന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോൾ തന്നെ അരുൺ രാജ് കൊല്ലം ACPയെ വിളിച്ചിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ പോലീസിന്റെ ഒരു ഇടപെടലുണ്ടായി. കൊല്ലം ഈസ്റ്റ് പോലീസ് സംഘം അവിടെ എത്തി. അതിനുശേഷം ഈ പ്രതി അപ്പോഴും മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിൽ പോലീസിനെ ഉൾപ്പെടെ ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ കൂടുതൽ പോലീസ് സംഘം അവിടേക്ക് എത്തുകയും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലും ജയിലിൽ നിന്നോ സ്റ്റേഷനിൽ നിന്നോ ഇറങ്ങിയാൽ ഞാൻ കാണിച്ചു തരാമെന്ന് അരുൺ രാജിനോട് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് ഇയാൾ ഈ ജീപ്പിൽ കയറി പോവുകയും ചെയ്തത്. അങ്ങനെ ഒരു വലിയ തരത്തിൽ ഉള്ള പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം ആ നാട്ടുകാർ തന്നെ, ഈ പുള്ളിക്കട കോളനിയിലുള്ള മറ്റുള്ളവർ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനും കഴിയും. ഒപ്പമുള്ള ഒരാൾ ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ പോലും ഇയാൾ വഴങ്ങുന്നില്ല. അതിന് പകരം വീണ്ടും ചേട്ടൻ പോവൂ, ഞാൻ സംസാരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ അരുണിനും ഒപ്പം തന്നെ ഈ മാധ്യമ സംഘത്തിനുമെതിരെ 24 സംഘത്തിനുമെതിരെ നിരന്തരം വലിയ നിലയിലുള്ള പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നതാണ്. പരമാവധി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. SKN മാലിക്, എന്തായാലും കൊല്ലം സിറ്റി പോലീസ് ഗൗരവമായി തന്നെ ഈ വിഷയം എടുക്കുകയും പ്രതിയെ പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ അന്വേഷണത്തിൽ നമുക്ക് പൂർണ്ണമായും തൃപ്തിയുണ്ട്. എന്നാൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നതിനാൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരും ഗുണ്ടകളും ഒരു നഗരത്തിൽ അഴിഞ്ഞാടുന്നത് പുതിയ സംഭവമാണ് നമുക്ക് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കർശനമായ വകുപ്പുകൾ ഉപയോഗിച്ച് ഒരു നിയമം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷാവിധി ഇയാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പോലീസ് പ്രതിജ്ഞാബദ്ധമാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. കരമനയിലെ സംഭവം തന്നെ നമ്മളെ വല്ലാത്ത നടുക്കമുണ്ടാക്കുമ്പോൾ ഇത്തരം ഗൂണ്ടാപ്രവർത്തനം നടത്തുന്ന ആളുകളെ കയ്യാമം വെച്ച് പരമാവധി വകുപ്പുകൾ ചാർത്തി ഇവർക്ക് കിടക്കേണ്ട സ്ഥലം നമ്മൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ സമാധാന ജീവിതം ഇവരൊക്കെ അപകടത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. MDMA, ചരസ്, കഞ്ചാവ് ഇങ്ങനെയുള്ള ലഹരിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് പല ചെറുപ്പക്കാരും ഇത്തരം വൃത്തികേടുകൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവരാണ് നമ്മുടെ സ്വൈര ജീവിതം അപകടത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടെ പ്രവർത്തിച്ചേ മതിയാകൂ. എന്തായാലും പോലീസ് അന്വേഷണത്തിൽ 24 തൃപ്തരാണ് എന്നുകൂടി പറയാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.